വാസുദേവായ. വാസുദേവന്റെ എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും നമസ്കാരം. ഭക്തവത്സലനായ കൃഷ്ണ ഭഗവാന്റെ ജന്മാഷ്ടമി നാളിൽ അദ്ദേഹത്തിന്റെ ഒരു കഥ പറയാൻ ഒരു നൃത്ത നാടക രൂപത്തിൽ ഇന്നിവിടെ അവതരിപ്പിക്കാൻ അവസരം നൽകിയ അമ്പല കമ്മിറ്റി ഭാരവാഹികൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമുക്കെല്ലാവർക്കും ശ്രീകൃഷ്ണദേവന്റെ ഒരുപാട് കഥകൾ അറിയാമല്ലേ? ഏതു കഥയായാലും നമ്മുടെ മനസ്സിനെ ഭക്തി കൊണ്ട് നിറയ്ക്കുക തന്നെ ചെയ്യും. ഓരോരോ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഇന്ന് ഞങ്ങളിവിടെ ഒരു നൃത്ത നാടക രൂപത്തിൽ, ഒരു ബാലയുടെ രൂപത്തിൽ പാരിജാത പൂവിന്റെ കഥ അവതരിപ്പിക്കുകയാണ്. കൃഷ്ണലീലയുടെ സതുപദേശത്തിന്റെ ഒരിത്തിരി നിമിഷങ്ങളുമായി വൈഗയുടെ ബാലെ ട്രൂപ്പ് അവതരിപ്പിക്കുന്ന ബാലെ പാരിജാതം ഇനിയൊരു ബെല്ലോടെ ആരംഭിക്കുകയായി. പാരിജാതം. ഹരേ കൃഷ്ണ. ഏതൊരാൾക്കും ആത്മീയമായ ഉയർച്ച നേടാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്താനും സഹായിക്കുന്ന ഉത്തമ മാർഗമാണ് കൃഷ്ണഭക്തി. കൃഷ്ണഭക്തിയുടെ വിവിധ രൂപങ്ങൾ നമുക്കെല്ലാം അറിയാം. ശ്രവണ ഭക്തി, കീർത്തന ഭക്തി, സ്മരണ ഭക്തി, പാദസേവന ഭക്തി, അർച്ചന ഭക്തി, വന്ദന ഭക്തി, ദാസ്യഭക്തി, സഖ്യഭക്തി, ആത്മനിവേദന ഭക്തി. ഇന്നത്തെ നമ്മുടെ കഥയിലെ പാരിജാതം സ്മരണ ഭക്തിയിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിക്കുന്നവളാണ്. സ്വർഗത്തിൽ സർവ സൗഖ്യങ്ങൾക്കും നടുവിൽ പ്രകാശകിരണങ്ങൾ മാത്രം കണ്ടു നിൽക്കുമ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന നിരാശ ഹൃദയഭിത്തിയിൽ സൂക്ഷിക്കുന്ന പാരിജാതപ്പൂ ഈശ്വരനെ സ്തുതിക്കുന്നതാണല്ലോ ഈ കാണുന്നത്. ഹരേ കൃഷ്ണ.
സജ്ജനങ്ങൾക്കും പാരിജാതത്തിന്റെ നമസ്കാരം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ശരിയായ കൃഷ്ണഭക്തി ഉണ്ടാവണമെങ്കിലും ഭഗവത് നാമം ജപിക്കണമെങ്കിലും ജന്മങ്ങളുടെ സുഹൃതം തന്നെ വേണം. കൃഷ്ണനെ കുറിച്ചുള്ളതെല്ലാം അത്ഭുതങ്ങളാണല്ലേ. ഭഗവാൻ ഓരോ ലീലകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. ലീലകൾ ആടാൻ കണ്ണൻ പണ്ടേ വിരുദ്ധനാണല്ലോ. ചിലപ്പോൾ നമ്മൾ എത്ര സങ്കടം പറഞ്ഞാലും കേട്ടാലും കേൾക്കാത്ത ഭാവത്തിൽ ഊറിച്ചിരിക്കും കള്ള കൃഷ്ണൻ, അല്ലേ? എന്തായാലും ഇപ്രാവശ്യത്തെ കണ്ണന്റെ ലീലയ്ക്ക് കാരണമാവാൻ പോവുകയാണ് ഈ പാരിജാതം. ഹരേ കൃഷ്ണ. ഇവിടെ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? അങ്ങ് ദ്വാരകയിൽ മഹാറാണിമാരോടൊപ്പം സന്തോഷമായി വാഴുന്ന എന്റെ പ്രിയ ദേവനെ സ്തുതിച്ച് ദേവി രുക്മിണി ചെയ്യുന്ന നൃത്തമാണ്. ഈ നൃത്തം കഴിയുമ്പോഴേക്കും ദ്വാരകയിലെത്താൻ ഞാനൊരാളെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ആരാണെന്നല്ലേ? ഈ നൃത്തം കാണൂ. ആദ്യം രുക്മിണി ദേവിയോടൊപ്പം ദേവനെ ഭജിക്കൂ, സ്തുതിക്കൂ. അത് കഴിയുമ്പോൾ അറിയാം ആരാണതെന്നും എന്താണ് ഞാൻ ചെയ്ത വിദ്യയെന്നും. ഹരേ കൃഷ്ണ.
പ്രണാമം പ്രഭു. പ്രണാമം ദേവി രുക്മിണി. ഈയുള്ളവൻ ധന്യനായ ദേവി. ഈരേഴുലകിനും അധിപതിയായ ദേവനെ സ്തുതിച്ച് ദേവി ചെയ്ത നൃത്തം അത് ദർശിക്കാൻ കഴിഞ്ഞത് തന്നെ ഈ നാരദരുടെ അഹോഭാഗ്യം തന്നെ. നാരായണ നാരായണ. ആഹാ, ആരാണിത്? ദേവർഷിയോ? നമ്മുടെ അടുത്തേക്കുള്ള ഈ യാത്രയുടെ ഹേതു എന്താണ് ദേവർഷിയെ? എന്താണ് സ്വാമി അങ്ങ് ചോദിക്കുന്നത്? സദാസമയവും അങ്ങയുടെ നാമം ജപിച്ച് അങ്ങേ മാത്രം സ്മരിക്കുന്ന ദേവർഷിക്ക് അങ്ങേ നേരിട്ട് കാണാൻ ഹേതുവിന്റെ ആവശ്യമുണ്ടോ? അങ്ങ് വന്നാലും നാരദരെ പ്രണാമം. ഹേതുവില്ലാതെ നാരദർ എവിടെയും ചെല്ലാറില്ലല്ലോ, അല്ലേ നാരദരെ? നാരായണ നാരായണ. അങ്ങ് എന്താണ് ഈ പറയുന്നത് എന്റെ മാധവ? അങ്ങയുടെ അടുക്കൽ വരാൻ ഈ എളിയ ഭക്തന് ഹേതു വേണമെന്നാണോ? എന്താണ് സ്വാമി ഇത്? അങ്ങ് എന്തിനാണ് നാരദരെ വിഷമിപ്പിക്കുന്നത്? ആരാണ് അദ്ദേഹത്തെക്കാൾ അങ്ങയുടെ ഇത്രയും വലിയ ഭക്തൻ ഈ വിശ്വത്തിൽ? അതൊക്കെ പോട്ടെ, എന്താണ് അങ്ങയുടെ കൈകളിൽ ഇത്രയും പ്രഭ ചൊരിയുന്ന ഇവ പുഷ്പങ്ങളാണോ? അതേ ദേവി രുക്മിണി, ഇത് പാരിജാത പുഷ്പങ്ങളാണ്. ദേവലോകത്തെ സുഗന്ധപൂരിതമാക്കുന്ന ദിവ്യപ്രഭയുള്ള പാരിജാത പുഷ്പങ്ങൾ. ഈ പുഷ്പങ്ങൾ ഏതൊരാളുടെ പക്കലാണോ ഉള്ളത് അവരുടെ ഐശ്വര്യം വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നാരായണ നാരായണ. നാരദരെ, ഇത് നമുക്കൊരു പുതിയ അറിവാണല്ലോ. എന്താണ് നാം ഈ കേൾക്കുന്നത്? ത്രിലോകനാഥനായ നമ്മുടെ സ്വാമിക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടോ? ഈ നാരദർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് പോലും അറിയാത്തവയാണ് ദേവി രുക്മിണി. നാരായണ നാരായണ. അങ്ങ് എന്താണ് ഈ പറയുന്നത് പ്രഭു? ഈരേഴുലകത്തിലും അങ്ങേക്കറിയാത്തതായി എന്താണുള്ളത്? നാരദർ പറഞ്ഞതിലും കാര്യമുണ്ട്. ദേവർഷേ, അങ്ങീ പാരിജാത പൂക്കൾ സ്വാമിക്കായി കൊണ്ടുവന്നതാണ് അല്ലേ? നാരായണ നാരായണ. ഇതെന്തൊരു ചോദ്യമാണ് ദേവി? പ്രഭുവിന്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കാനായി കൊണ്ടുവന്നത് തന്നെയാണ് പാരിജാത പൂക്കൾ. പക്ഷേ ഈ പൂക്കൾ ദേവൻ ആർക്കാണ് നൽകുക എന്നത് നമുക്കറിയാം. നാരായണ നാരായണ. ആഹാ, അതാരാണ് ദേവർഷേ? ഇതെന്ത് ചോദ്യമാണ് ദേവി? ദേവന് ഏറ്റവും പ്രിയപ്പെട്ട രുക്മിണി ദേവിക്കല്ലാതെ ആർക്കാണ് ദേവന് നൽകുക? ദേവർഷി ഈ പൂക്കളുമായി വന്നതിന്റെ കാരണം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അത് പ്രഭു, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? നാം നാം ദേവ, ആ പൂക്കൾ നമുക്ക് നൽകിയാലും ഇനി വിളംബം എന്തിനാണ്? അതേ പ്രഭു, പൂക്കൾ ദേവിക്ക് നൽകിയാൽ. നാരായണ നാരായണ. ഹരേ കൃഷ്ണ. എന്നെ രുക്മിണി ദേവിക്ക് നൽകി ഈ നാരദർ എങ്ങോട്ടാണ് പോകുന്നത്? ആഹാ, ഇദ്ദേഹം പോകുന്നത് സത്യഭാമ ദേവിയുടെ കൊട്ടാരത്തിലേക്കാണല്ലോ. പക്ഷേ ദേവി കൃഷ്ണദേവനെ സ്തുതിക്കുന്ന സമയമാണിത്. വരൂ, നാരദർക്കൊപ്പം
നമുക്കും ദേവിയുടെ നൃത്തം കാണാം. നാരായണ നാരായണ. പ്രണാമം ദേവി സത്യഭാമ. ദേവിയുടെ ഈ നൃത്തം, ഈ സ്തുതി ഇത്രയും നയനമനോഹരവും
ഹൃദയത്തിന് കുളിർമ നൽകുന്നതുമായ നൃത്തം നാം ഇതുവരെ കണ്ടിട്ടില്ല, പ്രത്യേകിച്ചും ഇവിടെ ഈ ദ്വാരകയിൽ. പ്രണാമം ദേവർഷി നാരദരെ. എല്ലാം ശുഭമല്ലേ ദേവി? അതെ ദേവർഷി, അങ്ങെന്താണ് അങ്ങനെ ചോദിച്ചത്? അല്ല, 3 ലോകങ്ങളിലും കേൾക്കുന്ന ശ്രുതി പ്രഭു ദേവി രുക്മിണിയോടൊപ്പമാണ് കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. നാരായണ നാരായണ. ആരാണ് ഈ അപശ്രുതി പറയുന്നത് നാരദരെ? സ്വാമിക്ക് ഞങ്ങൾ 2 പേരും ഒരേപോലെയാണ്. വളരെ നല്ല കാര്യമാണല്ലോ ഇത്. പക്ഷേ പാരിജാത പൂക്കൾ പ്രഭു നൽകിയത്, അല്ല പോട്ടെ, അതിപ്പോ ആലോചിക്കേണ്ട കാര്യമില്ല. ദേവി സത്യഭാമ സന്തോഷവതിയാണല്ലോ, അത് മതി. നാരായണ നാരായണ. പാരിജാത പുഷ്പമോ? അതെന്താണ് ദേവർഷി? ഹേ, ഒന്നുമില്ല ദേവി, നാം എന്തോ ഓർത്തു പറഞ്ഞതാണ്. നാരായണ നാരായണ. അല്ല, അങ്ങ് എന്തോ പറയാൻ വന്നല്ലോ, പറയൂ. അത് ദേവലോകത്തു നിന്നും നാം കൊണ്ടുവന്ന ദിവ്യ പുഷ്പങ്ങളാണ് പാരിജാത പുഷ്പങ്ങൾ. പ്രഭുവിന് നാം അത് സമ്മാനിച്ച ഉടനെ പ്രഭു ആ പൂക്കൾ ദേവി രുക്മിണിക്ക് സമ്മാനിക്കുകയുണ്ടായത്. നാരായണ നാരായണ. ദേവി രുക്മിണിക്ക് പുഷ്പങ്ങൾ നൽകിയതിൽ എന്താണ് അരുതാത്തതായി ഉള്ളത് ദേവർഷി? നല്ല കാര്യമല്ലേ? നാരായണ നാരായണ. വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിക്കല്ലേ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്ന പുഷ്പങ്ങൾ എല്ലാവരും കൊടുക്കുക പൊതുവെ. നാരായണ നാരായണ. ശരിയാണ്. എന്നാൽ നാം വിടവാങ്ങട്ടെ ദേവി. നാരായണ നാരായണ. വിട ദേവർഷി. ഓം നമോ ഭഗവതേ വാസുദേവായ. കുസൃതികൾ ഒരുപാട് ചെയ്യുന്ന കണ്ണ, നാരദർ ഈ ചെയ്തു വെച്ചിരിക്കുന്ന കുസൃതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങ് ഇത്തിരി പെടാപ്പാട് പെടുമല്ലോ. കാർമേഘം മൂടിക്കെട്ടിയ പോലെയുള്ള സത്യഭാമ ദേവിയുടെ മുഖകമലത്തിലെ പ്രകാശം തിരിച്ചു കൊണ്ടുവരാൻ ദേവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. വരൂ. നമ്മുടെ പ്രിയയുടെ മന്ദസ്മിതം ഇന്നെവിടെ പോയി? നാം പുഞ്ചിരിച്ചാലും ഇല്ലെങ്കിലും അങ്ങക്ക് എന്താണ്? നമ്മുടെ വിഷാദം അങ്ങയിൽ ഒരു മാറ്റവും വരുത്തില്ല എന്ന് നമുക്ക് നല്ല നിശ്ചയമുണ്ട്. എന്താ നമ്മുടെ പ്രിയ പത്നി പറയുന്നത്? നാം പറഞ്ഞത് സത്യമല്ലേ? അങ്ങേക്ക് നമ്മോടിപ്പോൾ ഒട്ടും പ്രിയമില്ല. എന്താണിപ്പോ നമ്മുടെ സുന്ദരി റാണിക്ക് ഇങ്ങനെ തോന്നാൻ? പാരിജാത പൂക്കൾ രുക്മിണി ദേവിക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടാകും അല്ലേ? അപ്പോ അതാണ് കാര്യം. നാരദർ വന്നിരുന്നോ കൊട്ടാരത്തിൽ? നാരദർ വന്നതുകൊണ്ട് കാര്യങ്ങൾ നാം അറിഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ നാരദർ എവിടെ? നാരദർ എവിടെ എന്നല്ല, നമുക്കുള്ള പാരിജാത പൂക്കൾ എവിടെ എന്നതിന്റെ ഉത്തരമാണ് നമുക്കറിയേണ്ടത്. പാരിജാത പൂക്കൾ നാം രുക്മിണി ദേവിക്ക് നൽകിയല്ലോ പ്രിയേ. പ്രിയപ്പെട്ടവർക്കാണല്ലോ പാരിജാതം നൽകുക അല്ലേ? നാം അങ്ങയുടെ പ്രിയപ്പെട്ടവൾ അല്ലല്ലോ. അതിനാൽ നമ്മെ പ്രിയ എന്ന സംബോധന ചെയ്യേണ്ടതില്ല സ്വാമി. ഇതെന്താണ് ദേവി? ദേവിക്ക് വേണ്ടി പാരിജാത പുഷ്പങ്ങൾ മാത്രമല്ല, പാരിജാത വൃക്ഷം തന്നെ നാം കൊണ്ടുവരുമല്ലോ. സത്യമാണോ നാം ഈ കേൾക്കുന്നത്? നാം കള്ളം പറയാറില്ലല്ലോ ദേവി. നന്ദി സ്വാമി. ഹരേ കൃഷ്ണ. സത്യഭാമ ദേവിക്കായി പാരിജാത വൃക്ഷം വേണമെന്ന ആവശ്യവുമായി സ്വർഗത്തിലെത്തിയ ദേവനോട് പറ്റില്ലെന്നാണല്ലോ ദേവേന്ദ്രൻ പറയുന്നത്. അമൃതനായി പാലാഴി കടഞ്ഞപ്പോൾ ദേവന്മാർക്ക് ലഭിച്ച പാരിജാത വൃക്ഷമായ നമ്മെ ദേവേന്ദ്രന്റെ പത്നിയായ ശചീദേവി പൂജാതി കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചു പോരുന്നെന്ന് സത്യമാണെങ്കിലും ഈശ്വരൻ ചോദിച്ചാൽ കൊടുക്കേണ്ടതല്ലേ? അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ദേവേന്ദ്രൻ നൽകാതിരുന്ന സമയത്ത് നോക്കൂ, ദേവേന്ദ്രനോട് യുദ്ധം ചെയ്യുകയാണല്ലോ ദേവൻ.
ഭക്തരുടെ മുന്നിൽ തോറ്റു തരുമെങ്കിലും അഹങ്കാരങ്ങൾക്ക് മുന്നിൽ എന്നും വിജയം ഭക്തവത്സലനായ ഭഗവാന് തന്നെ. ഹരേ കൃഷ്ണ. വിജയശ്രീ ലാളിതനായി വന്ന് സത്യഭാമാദേവിക്ക് വൃക്ഷം സമ്മാനിച്ചല്ലോ ദേവൻ. അതീവ സന്തോഷവതിയായി ദേവി എങ്ങോട്ടാണ് പോകുന്നത്? വരൂ, നമുക്ക് നോക്കാം. ദേവി രുക്മിണി, വരൂ പ്രിയാനുജത്തി സത്യഭാമേ, ഇരുന്നാലോ? നാം ശീതളപാനീയം കൊണ്ടുവരാൻ തോഴിമാരോട് പറയാം. വേണ്ട ദേവി, നാം ദേവിയെ ഒരു വിശേഷ കാര്യം അറിയിക്കാൻ വന്നതാണ്. അതെന്താണ് സത്യഭാമേ, പറഞ്ഞാലോ? അങ്ങ് നമ്മോടൊപ്പം നമ്മുടെ കൊട്ടാരത്തിലേക്ക് വന്നാലും അങ്ങേക്ക് നാം പാരിജാത വൃക്ഷം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പാരിജാത വൃക്ഷമോ? അതെ, സ്വാമി നമുക്കായി പാരിജാത വൃക്ഷം ദേവലോകത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ വരൂ, നാം കാണിച്ചു തരാം. ഇത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണല്ലോ. പക്ഷേ നാം ഇപ്പോൾ ആ വൃക്ഷം കാണാൻ വരുന്നില്ല. പൂജയുടെ സമയമായി, പിന്നീടാവട്ടെ. നാരായണ നാരായണ. എന്താണ് ദേവി രുക്മിണി ഇത്? സത്യഭാമ ദേവി ഇത്രയും പ്രിയത്തോടെ വിളിക്കുമ്പോൾ കൂടെ ചെല്ലുകയല്ലേ വേണ്ടത്? പ്രണാമം ദേവർഷി. പൂജയുടെ സമയമായതുകൊണ്ട് നാം പ്രഭു, ദേവലോകത്തു നിന്നും കൊണ്ടുവന്ന പാരിജാതത്തിന്റെ ദർശനവും പൂജ ചെയ്യുന്നതിന് തുല്യമാണ് ദേവി. പ്രണാമം ദേവർഷി. ദേവി രുക്മിണി, ദേവർഷി പറയുന്നത് സത്യമാണ്. പാരിജാത ദർശനം പൂജ ചെയ്യുന്നത് പോലെ തന്നെയാണ്. പ്രഭു നമുക്കായി പ്രത്യേകം കൊണ്ടുവന്നതാണ് ദിവ്യപ്രഭയുള്ള പാരിജാത വൃക്ഷം. നാരായണ നാരായണ. ദേവി രുക്മിണിക്ക് പാരിജാത പൂക്കൾ മാത്രം, ദേവി സത്യഭാമയ്ക്ക് പാരിജാത വൃക്ഷം തന്നെ നൽകിയല്ലോ പ്രഭു. പ്രഭുവിന്റെ ലീലകൾ അപാരം തന്നെ. ദേവി സത്യഭാമയ്ക്ക് സ്വാമി പാരിജാതം വൃക്ഷം നൽകിയതിന് നമുക്ക് അതീവ സന്തോഷമുണ്ട്. എന്നാലും ഈ സന്തോഷത്തിനിടയിലും ഇത്തിരി വിഷാദം കാണുമായിരിക്കുമല്ലോ ദേവി രുക്മിണി. നാരായണ നാരായണ. ഇല്ല ദേവർഷി, നമുക്ക് ആമോദം തന്നെയാണുള്ളത്. ദേവർഷി, ദേവി രുക്മിണി ഉള്ളിലുള്ള വിഷാദം പുറത്ത് കാണിക്കാറില്ല. എന്തായാലും പാരിജാത പുഷ്പം വേണമെന്ന ആഗ്രഹം തോന്നുമ്പോഴെല്ലാം നമ്മുടെ കൊട്ടാരത്തിലേക്ക് വന്നാൽ മതി. നമ്മുടെ കൊട്ടാരത്തിലെ അങ്കണത്തിൽ നിൽക്കുന്ന പാരിജാത മരം നമ്മുടെ മുറ്റം നിറയെ പുഷ്പങ്ങൾ കൊണ്ട് നിറയ്ക്കും. നിങ്ങൾ രണ്ടുപേരും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നാം വരാം. വന്നാലും ദേവിമാരെ, നമുക്ക് പോകാം. നാരായണ നാരായണ. ഹരേ കൃഷ്ണ. എങ്ങോട്ടാണ് മൂന്ന് പേരും കൂടെ? സ്വാമി, നാം ദേവി രുക്മിണിക്ക് പാരിജാത വൃക്ഷം കാണിക്കാനായി പോകുകയാണ്. നമ്മുടെ അങ്കണം മുഴുവൻ ദിവ്യപ്രഭയുള്ള പൂക്കളെ കൊണ്ട് നിറയ്ക്കാൻ പോകുന്ന പാരിജാത വൃക്ഷം. ആഹാ, കൊള്ളാമല്ലോ. ഈ കാഴ്ച കാണാൻ നാമും വരാം. ദേവി രുക്മിണിക്ക് പുഷ്പങ്ങൾ മാത്രവും ദേവി സത്യഭാമയ്ക്ക് പാരിജാത വൃക്ഷം തന്നെ. ഇതെന്താണ് പ്രഭു? ദേവി രുക്മിണിയുടെ മുഖത്തെ വിഷാദം അങ്ങ് കാണുന്നില്ലെന്നാണോ? നാരായണ നാരായണ. നമുക്ക് വിഷാദമൊന്നുമില്ലെന്ന് അങ്ങയോട് പറഞ്ഞതല്ലേ ദേവർഷി? ഇനിയിപ്പോൾ വിഷാദം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യം നമുക്ക് പോയി ആ അത്ഭുത കാഴ്ച കാണാം. വരൂ. ഹരേ കൃഷ്ണ. സച്ചിദാനന്ദ സ്വരൂപനായ ദേവന്റെ കൂടെ നമ്മെ കാണാൻ വരുന്ന ദേവിമാർക്കും നാരദർക്കുമായി ഭഗവാനോടൊപ്പം കൂടി ഒരു സൂത്രപ്പണി ചേർത്ത അത്ഭുത കാഴ്ച ഒരുക്കി വെച്ചിട്ടുണ്ട് നാം. നോക്കൂ. എന്തു പറ്റി ദേവി സത്യഭാമേ? വൃക്ഷം ലഭിച്ചിട്ടും മുഖത്തെ പ്രസാദം മങ്ങിയല്ലോ.
വൃക്ഷം നമ്മുടെ കൊട്ടാര അങ്കണത്തിലാണെങ്കിലും പുഷ്പങ്ങളെല്ലാം ദേവി രുക്മിണിയുടെ മുറ്റത്താണല്ലോ സ്വാമി. പ്രഭു, അങ്ങയുടെ ലീലകൾ നാരായണ നാരായണ. മറ്റുള്ളവരുടെ കൈവശമുള്ള വസ്തുക്കളിൽ പ്രലോഭിതരായി അത് സ്വന്തമാക്കിയാൽ അതിന്റെ ഫലം ക്ഷണികം തന്നെയാകും നാരദരെ. നാം നമ്മുടെ അപരാധം മനസ്സിലാക്കുന്നു സ്വാമി. അങ്ങനെ പറയരുത് ദേവി സത്യഭാമേ. ഇതിൽ അപരാധമായി എന്താണ്? എന്തായാലും സ്വാമി നൽകുന്ന എന്തു തന്നെ ആയാലും നമുക്ക് രണ്ടുപേർക്കും തുല്യമായി അവകാശമുള്ളതാണ്. പ്രഭുവിന്റെ ഓരോ ലീലയും ഈ വിശ്വത്തിന് നൽകുന്ന പാഠങ്ങൾ തന്നെയാണ്. നാരായണ നാരായണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സത്യമാണ് നാരദർ പറഞ്ഞത്. ഈശ്വരന്റെ ഓരോരോ ലീലയും ഓരോരോ പാഠങ്ങൾ തന്നെയാണ്. ദേവനോടുള്ള ഭക്തി എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമാണ്. വരൂ, നമുക്കൊന്നിച്ച് ദേവനെ സ്തുതിക്കാം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. श्री कृष्ण गोविंद हरे मुरारे, हे नाथ नारायण वासुदेवा. श्री कृष्ण गोविंद हरे मुरारे,